ഹായ് ഓൾ, ഇന്നൊരു ഫ്രൈഡേ വ്ലോഗാണ്. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ പതിവിൽ ഹാപ്പി ആയിട്ടാണ് എണീറ്റത്. കാരണം വീക്കെൻഡ്സാണ് വരാൻ പോകുന്നത്. 2 ഡേയ്സ് നമുക്ക് എൻജോയ് ചെയ്യാം. രാവിലെ തന്നെ ചെയ്യേണ്ട ടാസ്കുകളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഒന്നും വിട്ടുപോകാതിരിക്കണമല്ലോ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് വീക്കെൻഡ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ എനിക്കിന്ന് ചെയ്യേണ്ട 2-3 ടാസ്കുകളുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വർക്കിലോട്ട് കിടക്കുന്നുണ്ട്. വർക്കിൽ കയറുന്നതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും കുറച്ച് സ്നാക്സോ 1 കപ്പ് ഓഫ് കോഫി അല്ലെങ്കിൽ ടീ എന്തെങ്കിലും ആയിട്ടാണ്. പിന്നെ അടുത്ത് തന്നെ ഒരു ബോട്ടിൽ വെള്ളവും കരുതിയിരിക്കും. അങ്ങനെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എന്നെക്കാട്ടിലും കൂടുതലായിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയിരിക്കുന്ന ഒരാളുണ്ട്. വേറെ ആരുമല്ല കേട്ടോ, എൻ്റെ മാധവാണ്. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ കൂടെ കളിക്കാൻ ചെല്ലത്തുള്ളൂ. അപ്പം എന്നെക്കാളിലും കൂടുതൽ ഫ്രൈഡേയ്സിൽ അവൻ കൂടുതൽ വെയിറ്റിംഗ് ആയിരിക്കും. ഞാൻ എപ്പോഴാണ് ലാപ്ടോപ്പ് ക്ലോസ് ചെയ്യുന്നതെന്ന് നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആളങ്ങനെ ശല്യമൊന്നും ചെയ്യത്തില്ല കേട്ടോ. മാറി എവിടെയെങ്കിലും പോയിരുന്ന് കളിക്കുന്നുണ്ടാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെന്ന് എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുക്കും. അങ്ങനെ ആൾ മാറി മാറി പെയിൻറ്റിങ് കളറിങ് ഒക്കെ അവിടെ അതങ്ങനെ നടന്നോളും. അങ്ങനെ ഫൈനലി ലാപ്ടോപ്പ് ക്ലോസ് ചെയ്തു. ഇനി ഞങ്ങൾ ഒരിടത്ത് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് ഒരുക്കുവാണ് കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമല്ല, എന്നാലും ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് കുറച്ച് മാമരത്തിൻ്റെ ക്രീമൊക്കെ വാരിപ്പത്തും. അങ്ങനെ നേരെ ഞങ്ങൾ 2 പേരും കൂടി ഇവിടെ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ. ആക്കുളം പാർക്കിലാണ് ഞങ്ങൾ പോയത്. അവിടെ കുറേ റൈഡ്സ് ഉണ്ട്. കുട്ടികളൊക്കെ ഈവനിങ് കുറേ കുട്ടികൾ വരെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ലൈഡ്സ് ഉണ്ട്. പിന്നെ പോകുമ്പോൾ ഒരു ബോട്ടിൽ വെള്ളവും കൂടെ കരുതണം, കാരണം അവരെന്തായാലും ടയേർഡാവും. അങ്ങനെ കുറേ എൻജോയ് ഒക്കെ ചെയ്ത് ഈവനിങ് നല്ലൊരു ബ്യൂട്ടിഫുള്ളായിരുന്നു. പിന്നെ നേരെ ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത് പിന്നെ രാത്രിയിൽ ഫുഡ് കുക്ക് ചെയ്യാൻ നിന്നില്ല. മന്തി മനസ്സിൽ നിന്ന് ഒരു ക്വാർട്ടർ മന്തിയും വാങ്ങി ഞങ്ങൾ ഷെയർ ചെയ്തു കഴിച്ചു. വല്ലപ്പോഴും വീക്കെൻഡിലൊക്കെ ഒരു ചീറ്റ് ഡേ ആവാം. അങ്ങനെ മധുവും നല്ല ഹാപ്പിയായി. അങ്ങനെ അവനും ചിരിച്ചു, ഞാനും ഹാപ്പിയായി. ഹാപ്പി